ഇന്നത്തെ നമ്മുടെ റെസിപ്പി 3 വെറൈറ്റി ഫ്ലേവർ ചെയ്തെടുക്കാൻ പറ്റിയ വളരെ സിമ്പിളായിട്ടുള്ളൊരു പലഹാരമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടുന്നത് റവയാണ്. ഞാനിപ്പോൾ ഇവിടെ 250 ml കപ്പിന് 2 കപ്പ് റവ മിക്സിയിൽ ഒന്നും കൂടി നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിതെല്ലാം കൂടി കൈകൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈകൊണ്ട് എല്ലാം കൂടി നല്ലപോലെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ ഉരുട്ടാൻ പറ്റുന്ന ആ ഒരു പരുവായി വരുന്നവരെ വേണം നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ. ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കണം. വെള്ളം എടുക്കുമ്പം ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് വേണം നമ്മളിതൊന്ന് കുഴച്ചെടുക്കാൻ. ഞാനിപ്പോൾ 2 കപ്പ് റവയ്ക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചാണ് ഈ മാവ് ഇപ്പോൾ ഇവിടെ ഒന്ന് കുഴച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പികൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. നമ്മൾ നല്ലപോലെ ഇങ്ങനെ ഒന്ന് കുഴച്ചെടുത്ത ശേഷം ഒരു 15 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് ഒന്നും കൂടി നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഈ കുഴച്ചെടുത്ത മാവിൽ നിന്ന് നമുക്ക് ആദ്യം കുറച്ച് മാവെടുത്ത് നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. ഈ ചപ്പാത്തി പലകയിലും കോലിലും ഞാൻ അല്പം ഓയിലൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ പരത്തി എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഒരുപാട് തിന്നായിട്ട് പരത്തിയെടുക്കൽ ഒരല്പം കട്ടിക്ക് തന്നെ വേണം ഒന്ന് പരത്തിയെടുക്കാൻ. ഈ ഒരു കനത്തിൽ വേണം നമ്മളൊന്ന് പരത്തിയെടുക്കാൻ. ഇനി നമുക്കിത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലെ ഒരു സ്റ്റാറിൻ്റെ ഷേപ്പുള്ള കട്ടർ വെച്ചാണ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. ബാക്കി എല്ലാ മാവും നമുക്കിതുപോലെ ഒന്ന് പരത്തി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. എല്ലാം നമ്മളിപ്പം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതിനായിട്ട് ഈ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായ ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. ഒരു സൈഡൊന്ന് ഫ്രൈ ആയി വരുമ്പം തിരിച്ചിട്ട് കൊടുത്ത് 2 സൈഡും നല്ലൊരു ഗോൾഡൻ കളറായി വരുന്നവരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തീ കൂട്ടി വയ്ക്കൽ, തീ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ വേണം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതെവിടെ നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ടിന്നിലേക്ക് 1 ടീസ്പൂൺ മിൻറ്റ് പൗഡർ ഇട്ട് കൊടുക്കാം. നമ്മുടെ കയ്യിൽ മിൻറ്റ് പൗഡർ ഇല്ലെങ്കിൽ കുറച്ച് പുതിന ഇല ഒന്ന് പറിച്ച് കഴുകി അത് നല്ലതായിട്ട് വെള്ളം തോന്നതിന് ശേഷം പാനിലിട്ട് നല്ലപോലെ കൈകൊണ്ടൊക്കെ നമുക്ക് പൊടിക്കാൻ പറ്റുന്ന ആ ഒരു പരുവത്തിന് ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ട് കൈകൊണ്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഇനി നമുക്കിത് എല്ലാ സൈഡും നല്ലപോലെ ഒന്ന് തിരിച്ചു കൊടുത്ത് ഈ മസാല ഈ സ്നാക്കിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ തന്നെ വേണം നമ്മളിതൊന്ന് കുലുക്കി കൊടുക്കാൻ. ഇനി നമുക്ക് നല്ല സ്പൈസി ആയിട്ടുള്ളൊരു മസാല തയ്യാറാക്കുന്നതിനായിട്ട് ഈ ഒരു ബൗളിലേക്ക് 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ ബ്ലാക്ക് സാൾട്ട് കൂടി ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൽ നിന്നും 1 ടീസ്പൂൺ നല്ല സ്പൈസി ആയിട്ടുള്ള ഈ ഒരു മസാല നമുക്ക് ഈ ഒരു ടിന്നിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സ്നാക്ക് കൂടി ഇട്ട് കൊടുത്ത് ഇതും നമുക്ക് നല്ലതായിട്ട് ഒന്ന് കുലുക്കി കൊടുക്കണം. ഒരുപാടിട്ട് കുലുക്കല്ല, ഇതുപോലെ ഒന്ന് തിരിക്കുകയും മറിക്കുകയൊക്കെ ചെയ്ത് ഈ ഒരു സ്നാക്കിൻ്റെ എല്ലാ ഭാഗത്തും മസാല എത്തുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഈ ഒരു ടിന്നിലേക്ക് 1 ടീസ്പൂൺ ചാറ്റ് മസാല ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്കും കുറച്ച് സ്നാക്ക് ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ 3 ഫ്ലേവർ ചെയ്തെടുക്കാൻ പറ്റിയ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്.